തന്റെ മകൻ ഋതപ്പന്റെ സുരക്ഷയെക്കുറിച്ചും അവകാശത്തെക്കുറിച്ചും രേണുസുധി നടത്തിയ നിർണായകമായ പരാമർശമാണ് വാർത്തകളിൽ ഇടം പിടിച്ചത്. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്റെ മകൻ ഋതപ്പന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തവും അവകാശവും താൻ തീരുമാനിച്ച 4 വ്യക്തികൾക്കായിരിക്കുമെന്ന് രേണു വ്യക്തമാക്കി. ആ 4 പേർ ഇവരെക്കുറിച്ച് രേണു സൂചന നൽകിയെങ്കിലും പേരുകൾ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നില്ല. തന്റെ മകന്റെ കാര്യത്തിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്നേഹവും കരുതലും ഉള്ളതെന്ന് തനിക്ക് കൃത്യമായി അറിയാമെന്നും അവർക്ക് മകനെ ഏൽപ്പിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അവർ പറഞ്ഞു. സുധിയുടെ വിയോഗത്തിന് ശേഷം തനിക്കും മക്കൾക്കും നേരിടേണ്ടി വന്ന പ്രതിസന്ധികളും പലരിൽ നിന്നുമുണ്ടായ ദുരനുഭവങ്ങളും രേണു തുറന്നു പറഞ്ഞിരുന്നു. തന്റെ സുരക്ഷയെക്കുറിച്ചും മകന്റെ ഭാവിയെക്കുറിച്ചുമുള്ള ആശങ്കയാണ് ഇത്തരമൊരു മുൻകരുതൽ എടുക്കാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് അവർ സൂചിപ്പിച്ചു. സുധിയുടെ മരണശേഷം രേണുവിനെതിരെയും കുടുംബത്തിനെതിരെയും വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നടന്നിരുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ തളരാതെ മകന്റെ ഭാവി സുരക്ഷിതമാക്കാൻ അവർ എടുക്കുന്ന തീരുമാനങ്ങളെ പിന്തുണച്ചും വിമർശിച്ചും നിരവധി പേർ രംഗത്തെത്തിയിരുന്നു. രേണുവിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത് മകന്റെ ഭാവിയെക്കുറിച്ച് അങ്ങേയറ്റം ആശങ്കാകുലയായ ഒരു അമ്മയുടെ കരുതലിനെയാണ്. കുടുംബത്തിൽ നിന്നോ പുറത്തുനിന്നോ ഉണ്ടായേക്കാവുന്ന സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനും മകന് സുരക്ഷിതമായ ഒരു അന്തരീക്ഷം ഉറപ്പാക്കാനുമാണ് അവർ ഇത്തരമൊരു നിയമപരമായോ അല്ലാതെയോ ഉള്ള തീരുമാനത്തിലേക്ക് നീങ്ങിയതെന്ന് മനസ്സിലാക്കാം. ഈ വിഷയത്തിൽ രേണുവിന്റെ കുടുംബാംഗങ്ങളോടോ സുഹൃത്തുക്കളോടോ ഉള്ള നിങ്ങളുടെ നിലപാട് എന്താണ്?